നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു റസൂലുള്ളാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സമയത്തിൻ്റെ ആധിക്യം കൊണ്ട് ആശംസകളൊക്കെ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. ഈ സ്ഥാപനം നജാത്തുൽ അനാം എന്ന ഈ സ്ഥാപനം ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അതേപോലെ മതപരമായ വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന ഏതൊരു രക്ഷിതാക്കൾക്കും ആർക്കും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നിങ്ങളുടെ കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ സ്ഥാപനത്തിൽ ചേർക്കാം. 5 നേരം ജമാഅത്തായി നമസ്കരിച്ച് മതപരമായ ചിട്ടയോടുകൂടി രാവിലെയും വൈകുന്നേരവും വിശുദ്ധ ഖുർആൻ പഠനത്തോടുകൂടി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുകൾ നോറ്റുകൊണ്ട് ഇസ്ലാമികമായ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളെ വളർത്താനുള്ള ഒരു സ്ഥാപനമാണിത്. പണമില്ലാത്തതുകൊണ്ട് പഠിക്കാതിരിക്കേണ്ട എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നത്, നിങ്ങളുടെ വീടുകളിലോ കുടുംബങ്ങളിലോ പരിസരങ്ങളിലോ ഈ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ആണോ പെണ്ണോ ആയ ഏതൊരു കുട്ടിയെയും ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1. രണ്ടാമത്തേത്, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ +1 ക്ലാസ്സിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അത് ഹ്യൂമാനിറ്റീസ് ആവാം, കൊമേഴ്സ് ആവാം, സയൻസ് ആവാം. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മുതൽ കൊമേഴ്സും സയൻസും നമ്മൾ ഈ സ്ഥാപനത്തിൽ ആരംഭിക്കുന്നുണ്ട്. 10-ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് ദീനി ചിട്ടയോടുകൂടി +1 വിദ്യാഭ്യാസം ലഭിക്കാൻ ഈ സ്ഥാപനം നിങ്ങളെ സഹായിക്കും. 3-ാമത്തേത്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഫ്ദലുൽ ഉലമ ഡിഗ്രി വിദ്യാഭ്യാസം. മതപരമായ ചിട്ടയോടുകൂടി അവരെ ആദർശ ജീവിതത്തിൽ അടിയുറച്ചു നിർത്താൻ സഹായിക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനവുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തന ചെലവ് ഏകദേശം 60 ലക്ഷം രൂപയാണ്. ഒരു മാസം 5 ലക്ഷത്തിലേറെയാണ്. ഈ സ്ഥാപനത്തിന് സ്വന്തമായി യാതൊരു വരുമാനവുമില്ല. നല്ല മനുഷ്യരുടെ സക്കാത്തും സ്വതക്കയും അവരുടെ മനസ്സറിഞ്ഞ സഹായവുമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ സക്കാത്തും സദക്കയും ഒക്കെ കൊടുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് നിങ്ങളുടെ ആ ലിസ്റ്റിൽ ഈ സ്ഥാപനത്തെയും ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പരിസരങ്ങളിലോ നാടുകളിലോ ചുറ്റുപാടുകളിലോ സൗഹൃദങ്ങളിലോ ഹൃദയവിശാലതയുള്ള, സാമ്പത്തികമായി വിശാലതയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസത്തെ നമ്മളുടെ ചെലവ് ഏകദേശം 15,000 രൂപയാണ്. ഒരു ദിവസം നോമ്പിന് അത്താഴവും ഇഫ്താറുമടക്കം 15,000 രൂപ നമുക്ക് ചെലവാണ്. കുട്ടികളുടെ ബുക്കും പേനയും പെൻസിലും, അങ്ങനെ ചെലവുകൾ നീളുകയാണ്. നിങ്ങളെ കൊണ്ടാകുന്ന, അത് എന്താണെങ്കിലും ശരി, ഒരു പേനയാവാം, ഒരു പെൻസിലാവാം, ഒരു ഡ്രസ്സാവാം, ഒരു ദിവസത്തെ ചെലവാവാം, ഒരു മാസത്തെ ചെലവാവാം, ഒരു ദിവസത്തെ ഇഫ്താറാവാം, എന്താണോ നിങ്ങളെ കൊണ്ടാവുക ആ സഹായങ്ങൾ ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. അതുപോലെ ഈ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാർത്ഥിനികളെ നിങ്ങളുടെ പരിസരങ്ങളിലോ വീടുകളിലോ ഉണ്ടെങ്കിൽ സ്ഥാപനത്തിലേക്ക് എത്തിക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നോളം ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഇതുവരെ കടബാധ്യതകളില്ലാതെ പ്രയാസങ്ങളുടെ കുത്തൊഴുക്കിലും കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളുടെ വല്ലാത്ത പ്രയാസത്തിന്റെ കാലത്തും ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റി പിടിച്ച ആയിരക്കണക്കിന് ആളുകൾ, അറിയുന്നവരും അറിയാത്തവരും, എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ഹൃദയമറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും മനോഹരമായ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അൻസാർ നന്മണ്ട നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബഹുദൂരം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താൻ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആഘോഷത്തിൻ്റെ 2-ാം ദിവസമായ നാളെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾ, അൽമനാറിലെ ഈ നജാത്തുൽ അനാം കോളേജിലെ, മദ്രസയിലെ, സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന അത്ഭുതകരമായ വൈജ്ഞാനിക പ്രകടനങ്ങളാണ് നാളെ ഈ സദസ്സിൽ നടക്കുന്നത്. മുഴുവൻ ആളുകളെയും നാളെയും ഇതുപോലെ ഈ സദസ്സിലേക്ക് ഹൃദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനായ അൻസാർ നന്മണ്ടയുടെ പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുകയാണ്. എല്ലാവരും പരമാവധി മുന്നോട്ട് കയറിയിരിക്കാൻ സദസ്സ് ശ്രദ്ധിക്കുക.